എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ ജോസഫ്. കടലിൻ്റെ സമീപത്തായി നിൽക്കുന്ന കാറ്റാടിമരങ്ങളുടെ ചുവട്ടിലായിട്ടൊരു യുവാവിരിക്കുകയാണ്. അദ്ദേഹം ഒത്തിരി സമയമായി അവിടെ ചിലവഴിക്കുന്നു. കടൽ കാഴ്ചകൾ കാണാനെത്തിയ ആളുകളിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, വൃദ്ധരായിട്ടുള്ളവരുണ്ട്. സമയം മുന്നോട്ട് പോകുമ്പോൾ ഒരു ശബ്ദം അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയാണ്. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി 2 കുട്ടികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. ആ യുവാവ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെന്നെ നോക്കി ചിരിക്കും, അല്ലെങ്കിൽ ഇവളെന്നോട് സംസാരിക്കുമെന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്. കഥ അല്പം ഫ്ലാഷ് ബാക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തിന് മുന്നേ ആയിട്ട് ഈ യുവാവ് ഒരിക്കലും മരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. വിഷാദത്തിൻ്റെ അത്യുഗ്രമായിട്ടുള്ള താണ്ഡവ സമയത്ത്, ജീവിതത്തിൻ്റെ നൈരാശ്യങ്ങൾ നിറഞ്ഞ ഒരു മുഹൂർത്തത്തിൽ സ്വന്തം ജീവിതം ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ യുവാവ് തീരുമാനിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. കയ്യിലൊരു വിഷക്കുപ്പിയുമായിട്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷം ചെലവഴിക്കാനായിട്ട് അദ്ദേഹം ഒരു സിനിമാ കൊട്ടകയിലേക്ക് പോവുകയാണ്. സിനിമാ കൊട്ടകയുടെ ഒരു ഒഴിഞ്ഞ സീറ്റിൻ്റെ ഒരു മൂലക്ക് ഭാഗത്തായിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. പെൺകുട്ടി അത്യുജ്വലമായ രീതിയിൽ ചിരിച്ചും സന്തോഷിച്ചും കൊണ്ട് 2 മറ്റു സഹോദരങ്ങളുമായിട്ട് കടന്നു വരികയാണ്. ആ പെൺകുട്ടി വന്ന് അദ്ദേഹത്തിൻ്റെ സമീപത്തിരിക്കുമ്പോൾ ഈ മനുഷ്യൻ മനസ്സിൽ ദൈവത്തെ ശപിക്കുന്നുണ്ട്. ഈശ്വര, ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോകുന്ന ഈ സമയത്തെങ്കിലും എന്നെ സമാധാനമായിട്ടിരിക്കാനായിട്ട് നീ അനുവദിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് യാതൊരുവിധ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയില്ല. ആ പെൺകുട്ടി സിനിമയെക്കുറിച്ചിട്ടും അതിലെ ഓരോ രംഗങ്ങളെക്കുറിച്ചിട്ടും ഈ മനുഷ്യനോട് സംസാരിക്കുകയും ആ രംഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഭാവപ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. സിനിമ മുന്നോട്ട് പോകുമ്പോൾ, പകുതിയാകുമ്പോഴും ആ സിനിമ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുകയും നിർബന്ധപൂർവ്വം ആ യുവാവിനെ കൊണ്ട് അത് പറയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് ആ ചോക്ലേറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും വീണ്ടും സിനിമ കാണാൻ വരുമ്പോൾ നിർബന്ധമായിട്ടും എന്നെയും കൊണ്ടുവരണം, എനിക്ക് ആ കഥകൾ പറഞ്ഞു തരികയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പെരുമാറ്റവും ഇടപെടലും ഒക്കെ ഈ മനുഷ്യനെ ആ ചിന്തയിൽ നിന്ന് വിമുക്തി നേടുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ള ഒരു ഏക പോംവഴിയിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഇരുട്ട് നീക്കിക്കൊണ്ട് പ്രകാശം പരത്താനായിട്ട് ആ നിഷ്കളങ്കമായിട്ടുള്ള പെൺകുട്ടിക്ക് ആ യുവാവിൽ സാധിച്ചു എന്ന് പറയാം. നമ്മൾ കഥയുടെ ആദ്യ ഭാഗം പറഞ്ഞ ആ രംഗത്തിലേക്ക് വീണ്ടും ഒന്ന് വരികയാണ്. ആ പെൺകുട്ടിയും അനുജനും അനുജത്തിയും ആ യുവാവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നല്ല ചിരി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ആനന്ദം നിറച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന വേളയിൽ ആ യുവാവ് വീണ്ടും പറയുന്നുണ്ട്, ഈ കുട്ടിയെ, ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ ഞാൻ ഇനിയും കണ്ടുമുട്ടും, 300 അല്ല 400 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഇവളെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥ ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ചെറുകഥയാണ്. നമുക്കറിയാം, മലയാള ചെറുകഥയുടെ കുലപതി എന്നാണ് ടി പത്മനാഭൻ വിശേഷിപ്പിക്കപ്പെടുക. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയിലെ ഇതിനോടകം തന്നെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലെത്തിയിട്ടുള്ള കഥയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്കറിയാം, ഏകാകികളുടെ സങ്കീർത്തനങ്ങളാണ് പത്മനാഭൻ്റെ ഓരോ കഥയും. സ്നേഹവും കാരുണ്യവും ഇതൾ വിടർത്തുമ്പോഴുണ്ടാകുന്ന ജീവിത സൗന്ദര്യമാണ് കഥയുടെ ആകർഷണീയത. മറ്റൊരു വിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നന്മയുടെ പ്രകാശമാണ് ഈ കഥയുടെ ആന്തരിക സൗന്ദര്യം എന്നുള്ളത്. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു അഭിനിവേശത്തിൽ നിൽക്കുന്ന ഒരു യുവാവിൻ്റെ ഇരുൾ മാറ്റിക്കൊണ്ട് അവിടെ ഒരു പ്രകാശം പരത്താനായിട്ട് ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനും ഇടയിലുള്ള പ്രകാശമാണ് ജീവിതം എന്ന് പറയാറുണ്ട്. ഈ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ഒരു പ്രതീകമാണ്. ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും കടന്നു പോയേക്കാവുന്ന അതിൻ്റെ ദുരിതക്കയത്തിൽ നിന്നും ഒരു യുവാവിനെ പിടിച്ച് ഉയർത്തുന്ന പ്രതീകം. പലപ്പോഴും നമുക്ക് ചുറ്റും ഇതുപോലെ പ്രതിസന്ധിയിലൂടെ, ഇരുട്ടിലൂടെ കടന്നു പോകുന്നവരെ കാണാൻ കഴിയും. അവയിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രകാശത്തിൻ്റെ നുറുങ്ങുവെട്ടം സമ്മാനിക്കാൻ ഈ കഥ, അല്ലെങ്കിൽ ഇതുപോലുള്ള കഥകൾ, ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മളെയും സഹായിക്കണം. ഒരുപക്ഷെ വായയിൽ നിന്ന് അകന്നു പോയവരെ തിരിച്ചു കൊണ്ടുവരാനും, അക്ഷരത്തിൻ്റെ അനന്തതയും ആനന്ദതയുമൊക്കെ തിരിച്ചു കൊണ്ടുവരാനും നല്ല നാടുണർത്തലുകൾക്ക് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.